അഞ്ചാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ അൽ അഖ്ലാഖ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന നല്ല വീഡിയോ ആണ്. അവസാനം വരെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. സാധാരണഗതിയിലുള്ളതുപോലെ ഒന്നാമത് വന്നിരിക്കുന്നത് യോജിച്ചവ ചേർക്കാം എന്നുള്ള ചോദ്യമാണ്. താഴെ 6 ചോദ്യങ്ങളുണ്ട്. 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പുറത്ത് ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾക്ക് നേരെയും അതാത് ഉത്തരം നമ്മൾ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് അസ്സരിക്കത്തു, എന്താണ് യോജിച്ചത്? മോഷണം എന്നുള്ളതാണ്. രണ്ടാമത്തത് അൽ ഖത്ലു, കൊലപാതകം. അപ്പോൾ സെരിക്കത്തിൻ്റെ അർത്ഥമാണ് മോഷണം, ഖത്ലിൻ്റെ അർത്ഥമാണ് കൊലപാതകം. അസിന, സിനയുടെ അർത്ഥമാണ് വ്യഭിചാരം. ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പരിചയപ്പെടുത്തിയത് ഏതാണ്? ലജ്ജയാണ്. 5 ഈമാനിൻ്റെ പകുതിയാണ് എന്ന് പരിചയപ്പെടുത്തിയത് ക്ഷമയാണ്. അസ്വബറു നിസ്ഫുൽ ഈമാൻ എന്ന് പറഞ്ഞില്ലേ, ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. 6-മത്തത് വീട് കത്തിച്ചാമ്പലായി. ആരുടേതാണ്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഓർഡറാക്കി കൊടുക്കേണ്ടത്. ഇനി 2-മത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമ്മളിനി വായിക്കാൻ പോകുന്ന പൂർത്തിയാക്കാം എന്നുള്ളതിൽ 4 ചോദ്യം വരുന്നുണ്ട്. അതും ഇപ്പം നമ്മൾ വായിച്ച 6 ചോദ്യവും ഇങ്ങനത്തെ 2 ചോദ്യവും ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് നല്ലോണം ബന്ധമുണ്ടാവണം. പാഠത്തിൻ്റെ ഏതെങ്കിലും അരുവിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ പാഠം നല്ലോണം വായിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയും. എല്ലാ പാഠങ്ങളും നന്നായി വായിക്കുക. എളുപ്പമാണെന്ന് കരുതി നമ്മൾ ഒഴിച്ചിടരുത്. പൂർത്തിയാക്കാം എന്നുള്ളതിൽ 1-മത്തെ ചോദ്യം ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബി ഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്കുള്ള കൂലി ബി ഗൈരി ഹിസാബ്, അത് കണക്കില്ലാതെ നൽകപ്പെടും എന്നുള്ളതാണ്. 2-മത്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എന്നതാണ് അതിൻ്റെ ബാക്കി വരുന്നത്. അപ്പോൾ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. 3-മത്തത് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ എന്നു പറയാം. അപ്പോൾ ലജ്ജക്കാണ് ഇങ്ങനെ വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്യുക. 4-മത്തത് ലാ ഈമാന ലിമൻ ലാ ഹയാ അലഹു. ലാ ഈമാന, ഈമാനേ ഇല്ല, ലിമൻ ഒരാൾക്ക്, ലാ ഹയാ അലഹു അവനിക്ക് ലജ്ജ നാണം എന്ന് പറയുന്ന ഒന്നില്ല, അങ്ങനത്തവനിക്ക് ഈമാനില്ല. അത് പ്രധാനപ്പെട്ടൊരു ഹദീസാണ്. ഇനി 3-മത്തത് വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ഇതുപോലത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സഹായം സഹകരണം സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇപ്പോൾ തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ അവസാനത്തിൽ നന്ദി സൂചകമായ എന്തെങ്കിലും കമൻ്റ് അറിയിക്കുക. 3-മത്തത് 2 വീതം എഴുതാം എന്നുള്ളതാണ്. 2 അതിൽ കൊള്ളുന്ന അത്രയും എഴുതിയിട്ടുണ്ട്. ബാക്കി ഭാഗത്തിൻ്റെ പേജ് നമ്പർ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണത്? സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ, നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക. ബാക്കി 4-മത്തെ പേജിലുണ്ട്. അപ്പോൾ ഇതൊക്കെ സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇനി 2-മത്തത് മനസ്സിൻ്റെ രോഗങ്ങൾ എന്തൊക്കെയാണ്? അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം അഥവാ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവം, പൊങ്ങച്ചം കാണിക്കുക. ഇതൊക്കെ മനസ്സിൻ്റെ രോഗങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 3-മത്തത് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ്. ഭയം, വിശപ്പ്, രോഗം, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം. അപ്പോൾ ഈ വക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അല്ലാഹു തആല മനുഷ്യരെ പരീക്ഷിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വായിച്ച 3 ചോദ്യങ്ങളിൽ നിന്ന് 2 ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 1 എഴുതാനായിരിക്കും, ചിലപ്പോൾ 2, ചിലപ്പോൾ 3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 3 ചുരുങ്ങിയത് ഓരോരുത്തരും പഠിച്ചു വെക്കുക, 3. ഇനി 4-മത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 5 ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ ചോദ്യപേപ്പറിലെ ഏറ്റവും പ്രധാന ഭാഗം ഇതാണെന്ന് ഞാൻ പറയും. അതിൽ 1-മത്തെ ചോദ്യം നോക്കൂ. അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തു ചെയ്യും? അവനിൽ നിന്ന് ലജ്ജയെ അള്ളാഹു ഊരിയെടുത്ത് കളയും, നാണം എടുത്തു കളയും. 2-മത്തത് അശ്ലീല സംസാരങ്ങളോ
വൃത്തികെട്ട പദപ്രയോഗങ്ങളോ ഉണ്ടാവുകയില്ല. ആരിൽ നിന്ന്? ലജ്ജയുള്ള ഒരു മുഅ്മിനിൽ നിന്ന്. മൂന്നാമത്തത്, കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? അതിൽ കളവ് വന്ന് ചേരാൻ ഇടയുണ്ട്. അപ്പോൾ എല്ലാം പറയരുത്, കളവ് വന്ന് ചേരാൻ ഇടയുണ്ട്. 4, വിപത്തുകൾ സംഭവിച്ചാൽ എന്തു ചൊല്ലണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 5, കുറ്റം തുടക്കക്കാരൻ്റേതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇത് ആരെ സംബന്ധിച്ചാണ്? 2 പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ ഈ ഘട്ടത്തിലാണ് കുറ്റം തുടക്കക്കാരൻ്റെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഖദ് അഫ്ലഹ ഡാഷ് മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. 2, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഒട്ടുമിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ്. പഠിച്ചു വെച്ചാൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഉറപ്പാണ്. ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ. 6 വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഇഖ്ലാസ്, ഇതും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. എല്ലാ പരീക്ഷയ്ക്കും. എന്താണ് ഇഖ്ലാസ്? അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 2, സൽ സ്വഭാവം, പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ. ഇതാണ് സൽ സ്വഭാവം എന്നുള്ളത്. 3, തസ്കിയത്തുൽ ഖുലൂബ്, ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. ഇതാണ് ഹൃദയശുദ്ധീകരണം, തസ്കിയത്തുൽ ഖുലൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി 7 ക്രമത്തിലാക്കാം. വഹുവ മുഅ്മിനുൻ ഹീന ലാ യസ്നി സാനി യസ്നി. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. ഒരു വ്യഭിചരിക്കുന്നയാൾ വ്യഭിചരിക്കൂല, ആ സമയത്ത് അവന് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന ആശയത്തിലാണ് ആ ഹദീസ് വന്നിട്ടുള്ളത്. ഇത് ഡിസോർഡർ ആയിട്ടാണുള്ളത്, ഓർഡറാക്കി എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മറ്റൊരു വർഷത്തിൽ ചോദിച്ച ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതും കൂടെ വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എളുപ്പമുള്ളതാണ്, നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ പാഠങ്ങളും നമ്മൾ പഠിക്കുക. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഹദീസുകൾ, ആയത്തുകളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് പോയിൻ്റുകളാക്കി എഴുതി വെച്ച് നല്ല രൂപത്തിൽ പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം, കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല നല്ല വീഡിയോകളുമായി വാർഷിക പരീക്ഷയുടെ വീഡിയോകൾ ഒരുപാട് വരാനിരിക്കുന്നുണ്ട്. പൊതുപരീക്ഷ ഉണ്ട്. നമുക്ക് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം.